തിരുവനന്തപുരം വഞ്ചൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന് വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ വിലക്ക് തുടരും. വിലക്ക് നീക്കണം എന്ന ബെയിലിൻ ദാസിന്റെ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് 1-ാം കോടതി തള്ളി. കേസിലെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്? സലിം, കടുത്ത ജാമ്യവ്യവസ്ഥയോടുകൂടിയായിരുന്നു അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജാമ്യവ്യവസ്ഥയായിരുന്നു വഞ്ചൂർ പരിസരത്ത് 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ളത്. ഇത് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ ബെയിലിൻ ദാസ് കോടതിയിൽ നൽകിയ ഹർജി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. തൊഴിൽ ചെയ്യുന്നത് വഞ്ചൂർ കോടതിയിലാണ്, അതുകൊണ്ട് തന്നെ വിലക്ക് നീക്കി നൽകണം എന്നുള്ളതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ കോടതിയെ സമീപിച്ചത് ബെയിലിൻ ദാസ്. പക്ഷേ അത് കോടതി തള്ളി എന്ന് മാത്രമല്ല, വിലക്ക് തുടരുകയും ചെയ്യും. 2 മാസത്തേക്കുള്ള മുഴുവൻ ജാമ്യ വ്യവസ്ഥകളും ആ നിലയിൽ തന്നെ തുടരും എന്നുള്ളതാണ് പറയുന്നത്. സാക്ഷികളെ സ്വാധീനിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതിയിലേക്ക് വരികയോ അതല്ലെങ്കിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്താൽ ഉണ്ടാകും. അതുകൊണ്ട് വിലക്ക് അവസാനിപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് വ്യക്തമാക്കിയത്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബെയിലിൻ ദാസിന് വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് തുടരും എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കർശന ഉപാധികളോടെയായിരുന്നു ഈ കേസിൽ കോടതി ജാമ്യം നൽകിയത്. ആ ഉപാധികൾ ഇപ്പോൾ പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന പരാമർശം. സലിം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു.